ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ബൈ വില്യം ഷേക്സ്പിയർ ആണ്. ആദ്യം തന്നെ ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് അറിയണം അല്ലേ, എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു സ്പീച്ചാണ് കേട്ടോ. മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്ന ഒരു സ്പീച്ചാണ്. അതായത് വില്യം ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു നാടകമാണ് ജൂലിയസ് സീസർ എന്ന് പറയുന്നത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സീസർ എന്ന് പറയുന്നത്, ജൂലിയസ് സീസർ. അദ്ദേഹം ട്രയംവേഴ്സിൽ ഒരാളായിരുന്നു, അതായത് ഒരു മൂവർ സംഘം. അതിലേറ്റവും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജൂലിയസ് സീസർ എന്ന് പറയുന്നത്. പോംപോയ്, കാഷ്യസ്, അതുപോലെ സീസർ, ഇവർ 3 പേരുമായിരുന്നു മൂവർ സംഘം എന്ന് പറയുന്നത്. ഇതിൽ സീസർ പെട്ടെന്ന് കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ബ്രൂട്ടസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട്, ഒരു ക്യാരക്ടറാണ്, അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഞാനും എൻ്റെ കുറച്ച് കൂട്ടരും കൂടി ചേർന്നിട്ടാണ് സീസറിനെ കൊല ചെയ്തത്. കാരണം സീസർ ഭയങ്കര അധികാരമോഹിയായിരുന്നു, അല്ലെങ്കിൽ അംബീഷ്യസ് ആയിരുന്നു. അവന് കിങ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. അക്കാലത്ത് റോമിലുള്ള ആൾക്കാർക്ക് ഒരു രാജാവിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു രാജാവ്, അയാളിലെല്ലാം അധികാരം, എന്നിട്ട് അയാളുടെ കീഴിൽ ജീവിക്കാനൊന്നും അന്നുള്ള റോമിലുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പെട്ടെന്ന് ബ്രൂട്ടസിനെ കയ്യിലെടുക്കാൻ പറ്റി. ഓഹോ, അധികാരമോഹിയാണോ സീസർ, അപ്പോൾ അവനെ കൊല്ലേണ്ടത് തന്നെയായിരുന്നു എന്നുള്ളൊരു രീതിയിലേക്കായി മാറി. അപ്പോൾ ആ സമയത്ത് ജൂലിയസ് സീസറിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് മാർക്ക് ആൻ്റണി എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചു കിടക്കുന്ന, ജൂലിയസ് സീസർ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ മാർക്ക് ആൻ്റണി പറയുന്ന നാട്ടുകാരോട്, അല്ലെങ്കിൽ അന്നുള്ള റോമൻസിനോട് പറയുന്ന ഒരു പ്രസംഗമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വലിയൊരു പ്ലേ ആണ്, അതിലൊരു ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ജൂലിയസ് സീസർ മരിച്ചു, അദ്ദേഹത്തിനെ കൊല ചെയ്തത് ബ്രൂട്ടസ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ സീസറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാർക്ക് ആൻ്റണി ആ മരണസമയത്ത് നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ റോമൻസിനോട് പറയുന്ന ഒരു പ്രസംഗമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ നോക്കാം. വെൻ വില്യം ഷേക്സ്പിയേഴ്സ് വെൽ നോൺ ഹിസ്റ്ററി പ്ലേ ജൂലിയസ് സീസർ ഓപ്പൺ, സീസർ ഈസ് വൺ ഓഫ് ദി ട്രയംവേഴ്സ് ഹു റൂൾഡ് റോം. അപ്പോൾ ആദ്യം തന്നെ നമുക്കുണ്ട് വെൽ നോൺ ആയിട്ടുള്ള, വളരെ അറിയപ്പെടുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേ ആണ് ജൂലിയസ് സീസർ എന്ന് പറയുന്നത്. അതിൽ സീസർ എന്ന് പറയുന്നത് ട്രയംവേഴ്സ്, അതായത് മൂവർ സംഘത്തിൽ ഒരാളാണ്, റോം ഭരിച്ചുകൊണ്ടിരുന്ന ഒരാൾ. He is assassinated in the capital by a band of conspirators led by his bosom friend Brutus. അപ്പോൾ he is assassinated, സീസർ കൊല ചെയ്യപ്പെട്ടു. ആര് കാരണം? ബ്രൂട്ടസ് കാരണം. ബ്രൂട്ടസ് ആരാണ്? സീസറിൻ്റെ ബോസം ഫ്രണ്ടാണ്. ബോസം ഫ്രണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത സുഹൃത്ത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയില്ലേ ചങ്ക് ഫ്രണ്ടാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ അടുത്ത സുഹൃത്തായിരുന്നു ബ്രൂട്ടസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറില്ലേ യൂട്യൂബ് ബ്രൂട്ടസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ചതിയനായ സുഹൃത്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്രൂട്ടസ് എന്ത് ചെയ്തു? ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻഡ് ദ റീസൺസ് ഫോർ ദി ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് എഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൺസ്. അപ്പോൾ റോമൻ സിറ്റിസൺസിൻ്റെ അടുത്ത് പറയുന്നു ഞങ്ങളാണ് കൊന്നത്. എന്നിട്ട് കാരണം പറയുന്നത് അവന് കിങ് ആകണം, രാജാവാകണമെന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊന്നു എന്നാണ് റീസൺ പറയുന്നത്. മാർക്ക് ആൻ്റണി, സീസേഴ്സ് ഫ്രണ്ട്, സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂണറൽ യൂളജി സ്പീച്ച് ടു സീസർ. അതായത് മാർക്ക് ആൻ്റണി സീസറിൻ്റെ ഫ്രണ്ടാണ്. മാർക്ക് ആൻ്റണി ബ്രൂട്ടസിനടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രൂട്ടസ് ഞാനൊന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഒരു യൂലോജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പീച്ച്, ഒരു പ്രസംഗം, അതൊന്ന് പറഞ്ഞോട്ടെ, സീസറിനെ പറ്റി 2 വാക്ക് പറഞ്ഞോട്ടെ. ബ്രൂട്ടസ് എഗ്രീസ്, ബ്രൂട്ടസ് സമ്മതിക്കുന്നു. അപ്പോൾ മാർക്ക് ആൻ്റണി പറയുന്നത് ഞാൻ ബ്രൂട്ടസിനെതിരെ ഒന്നും സംസാരിക്കില്ല, ഞാൻ സീസറിനെതിരെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്രൂട്ടസിനെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്നത്. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ പ്രോപ്പർലി മാനിപ്പുലേറ്റ്സ് ദ ഇമോഷൻസ് ഓഫ് ദി ക്രൗഡ്. ഹെ പെർഷ്വേർഡ്സ് ദം ടു ബിലീവ് ദാറ്റ് ബ്രൂട്ടസ് ആൻഡ് ദ കോൺസ്പിറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനക്കാർ, ബ്രൂട്ടസിനൊപ്പം നിന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആൾക്കാർ, ഹാർഡ് സെൽഫിഷ് മോട്ടീവ്സ് ആൻഡ് ദ ക്രൗഡ് വോണ്ട്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അങ്ങനെ മാർക്ക് ആൻ്റണി ബ്രൂട്ടസിന് അനുകൂലിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നു. പക്ഷേ പറയുന്നതെല്ലാം സീസറിന് അനുകൂലിച്ചാണ്. ബ്രൂട്ടസിൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ് കാരണമാണ് സീസർ കൊല ചെയ്യപ്പെട്ടത് എന്നൊക്കെ നമ്മുടെ മാർക്ക് ആൻ്റണി ആൾക്കാരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കും. ഹിയർ ഈസ് ആൻ അബ്സ്ട്രാക്ട് ഫ്രം ആൻ്റണീസ് ഒറേഷൻ എന്ന് വെച്ചാൽ ആ ഒരു സ്പീച്ചിൻ്റെ കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ സ്പീച്ചിലേക്ക് കടക്കാം.
ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ വില്യം ഷേക്സ്പിയർ. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞാൽ ഒരു സല്യൂട്ടേഷനാണ്. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ വിളിക്കില്ലേ, ഇപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രസംഗം പറയുന്നതിന് മുന്നേ സല്യൂട്ട് ചെയ്യില്ലേ, അതിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമെൻ. എന്താ പറയുന്നത്? കൂട്ടുകാരെ, റോമനിലുള്ള ആൾക്കാരെ, കൺട്രിമെൻ രാജ്യത്തുള്ളവരെ. ലെൻ മീ യുവർ ഇയേഴ്സ്. എന്താ പറയുന്നത്? ലെൻ മീ യുവർ ഇയേഴ്സ്. ലെൻ മീ, എനിക്ക് തരൂ നിങ്ങളുടെ ചെവികൾ. അതായത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ഐ കം ടു ബറി സീസർ. ഞാനിവിടെ വന്നത് സീസറിനെ ബറി ചെയ്യാനാണ്, സീസറിനെ അടക്കം ചെയ്യാനാണ്, ശവസംസ്കാരത്തിനാണ്. നോട്ട് ടു പ്രൈസ് ഹിം, അല്ലാതെ പുകഴ്ത്താനൊന്നുമല്ല. ദ ഇവിൽ ദാറ്റ് മെൻ ഡു ലീവ്സ് ആഫ്റ്റർ ദെം. മനുഷ്യൻ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ അവൻ മരിച്ചു പോയാലും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കും. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻറ്റേർഡ് വിത്ത് ദെയർ ബോൺസ്. പക്ഷേ ഓഫൺ എന്ന് പറഞ്ഞാൽ പൊതുവേ എന്നർത്ഥം. ഓഫ്റ്റ് എന്ന് പറയുന്നത് ഓഫൺ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് കേട്ടോ. പക്ഷേ ഗുഡ് തിങ്സ്, പൊതുവേ നല്ല കാര്യങ്ങൾ അവർ ചെയ്താലോ അവരുടെ ബോൺസിനോടൊപ്പം, അതായത് എല്ലുകളോടൊപ്പം, മീൻസ് അവർ മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങളും മറന്നു പോകും അല്ലേ. ഇവിടെ മാർക്ക് ആൻ്റണി ഉദ്ദേശിക്കുന്നത് സീസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അംബീഷ്യസ് ആണ്, അധികാരമോഹിയാണെന്നുള്ള ചീത്ത കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങൾ മറന്നുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അപ്പോൾ നമുക്ക് സീസറിലേക്ക് തന്നെ വരാം. ദ നോബിൾ ബ്രൂട്ടസ് ഹാത്ത് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. അപ്പോൾ നോബിളാണെന്നാണ് പറയുന്നത്. അതായത് വളരെ അടുത്ത സുഹൃത്താണ് മാർക്ക് ആൻ്റണി സീസറിൻ്റെ. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് അദ്ദേഹം പറയുന്നത്, നമ്മുടെ നോബിളായിട്ടുള്ള ബ്രൂട്ടസ്, മഹാനായ നമ്മുടെ ബ്രൂട്ടസ് പറയുന്നത് ഹാത്ത് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. ഹാത്ത് എന്ന് പറഞ്ഞാൽ ഹാസ്. സീസർ വാസ് അംബീഷ്യസ്. സീസർ ഭയങ്കര അധികാരമോഹി എന്നാണ് നമ്മുടെ മഹാനായ ബ്രൂട്ടസ് പറയുന്നത്. ഇഫ് ഇറ്റ് വെയർ സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്. അങ്ങനെയാണെങ്കിൽ, സീസർ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ സീസർ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗ്രീവിയസ്ലി ഹാത്ത് സീസർ ആൻസേർഡ് ഇറ്റ്. അതുപോലെ തന്നെ സീസർ അതിനിപ്പോൾ നമുക്ക് ഉത്തരം പറയാനൊന്നും ആളില്ലല്ലോ ഇപ്പോൾ. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, സോ ആർ ദേ ഓൾ ഓണറബിൾ മെൻ. അതുകൊണ്ട് തന്നെ എനിയിപ്പോൾ പറയാൻ പറ്റും, ബ്രൂട്ടസ്, നമ്മുടെ സീസറിനെ കൊന്ന ബ്രൂട്ടസും മഹാനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം നിന്ന് കുറേ കോൺസ്പിറേറ്റേഴ്സ് ഉണ്ടല്ലേ, ഗൂഢാലോചനക്കാരുണ്ട്. അവരെല്ലാം വിശേഷപ്പെട്ടവരാണ്, അവരെല്ലാം ബഹുമാനാർഹിക്കുന്നവരാണ്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സീസറിൻ്റെ ഈ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അടക്കത്തിൽ ഞാനും പങ്കെടുക്കുന്നത്. ഇവരെല്ലാം വലിയ വലിയ വ്യക്തികളാണെന്ന് അദ്ദേഹം പറയുന്നു. ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അപ്പോൾ നമ്മുടെ മാർക്ക് ആൻ്റണി പറഞ്ഞു തുടങ്ങുവാണ്. ഹി വാസ് മൈ ഫ്രണ്ട്. ആര്? സീസർ. ജൂലിയസ് സീസർ എൻ്റെ ഫ്രണ്ടായിരുന്നു. ഫെയ്ത്ത്ഫുൾ, വിശ്വസിക്കാൻ പറ്റുന്നവനായിരുന്നു, എൻ്റെ വിശ്വസ്തനായിരുന്നു. ആൻഡ് ജസ്റ്റ് ടു മീ, അതുപോലെ തന്നെ എൻ്റെ അടുത്ത് നീതി പുലർത്തിയിരുന്നവനായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് അവനൊരു അധികാരമോഹി അല്ലെങ്കിൽ സ്ഥാനമോഹിയാണെന്നാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. അതുമാത്രമല്ല, ബ്രൂട്ടസ് ഭയങ്കര ഒരു അഭിനന്ദനം അർഹിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റ്, ബഹുമാനമൊക്കെ അർഹിക്കുന്ന ഒരാളാണ് കേട്ടോ. ഹി ഹാത്ത് ബോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം, ഹൂസ് റാൻസംസ് ഡിഡ് ദി ജനറൽ കോഫേഴ്സ് ഫിൽ. അതായത് സീസർ പണ്ട് കുറേ ബന്ദികളാക്കി വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ബന്ദികളാക്കി വെക്കുന്ന ആൾക്കാരെ വിട്ടുകൊടുക്കണമെങ്കിൽ റാൻസംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുക, മോചന തുക എന്ന് പറയും, ആ തുക മേടിക്കുമായിരുന്നു സീസർ. എന്നിട്ട് സീസർ എന്താ ചെയ്യുന്നത്? ജനറൽ കോഫേഴ്സ് ഫിൽ, റോമിൻ്റെ തന്നെ ആ ഒരു ധനശേഖരം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സീസർ അത് ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും സീസറിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സീസർ അത് ഉപയോഗിച്ചിട്ടില്ല. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്? അങ്ങനെയുള്ള സീസർ അംബീഷ്യസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് മാർക്ക് ആൻ്റണി ചോദിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്. പാവപ്പെട്ടവർ, പാവപ്പെട്ടവർ കരയുമ്പോൾ സീസറും ഒരുമിച്ച് കരയുമായിരുന്നു. അംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേർണർ സ്റ്റഫ്. സ്റ്റേർണർ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിന ഹൃദയൻ. ഈ അധികാരമോഹികളൊക്കെ കഠിന ഹൃദയന്മാരായിരിക്കില്ലേ? പക്ഷേ സീസർ പാവപ്പെട്ട ജനങ്ങൾ കരയുമ്പോൾ ഒപ്പം കരയുമായിരുന്നല്ലോ. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നത് എന്താണ്? സീസർ അംബീഷ്യസ് ആണെന്നാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. പക്ഷേ നമ്മളത് മറക്കാൻ പാടില്ല. ബ്രൂട്ടസ് എന്ന് പറയുന്നത് വളരെയധികം ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ എന്ന് ഇടക്കിടക്ക് ബ്രൂട്ടസിനെ പറയുന്നുമുണ്ട്. അറ്റ് ദ സെയിം ടൈം മാർക്ക് ആൻ്റണി സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്.
You all did see that on the Lupercal I thrice presented him a kingly crown. ഈ ലൂപ്പർക്കോൾ എന്ന് പറയുന്നത് അന്ന് റോമിലുണ്ടായിരുന്നൊരു ഫെസ്റ്റിവലാണ്. അതായത് ലൂപ്പർക്കൽസ് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് അവർക്ക്, അവർ ആദരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അദ്ദേഹത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. ആ സമയത്ത് ഐ ത്രൈസ് പ്രസൻറ്റഡ് ഹിം എ കിങ്ലി ക്രൗൺ. മാർക്ക് ആൻ്റണി ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 തവണ എന്താണ് ഈ കിങ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് 3 തവണ ആ കിരീടം അണിയിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് സീസറിനെ. വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ്. പക്ഷേ 3 തവണയും എന്ത് ചെയ്തു സീസർ? എനിക്കത് വേണ്ട എന്നാണ് പറഞ്ഞത്. വാസ് ദിസ് അംബീഷൻ? അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം ഒരു അംബീഷ്യസ് ആയിരുന്ന ആളായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നത് സീസർ ഒരു സ്ഥാനമോഹിയാണെന്നാണ്. ആൻഡ് ഷുവർ ഹീ ഈസ് ആൻ ഓണറബിൾ മാൻ. പക്ഷെ പറയണം കേട്ടോ, നമ്മുടെ ബ്രൂട്ടസ് എന്താണ്, ഒരു ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ഞാൻ ഒരിക്കലും ബ്രൂട്ടസിനെതിരെ സംസാരിക്കുന്ന ഒരാളല്ല. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. പക്ഷേ ഞാൻ എന്താണ്, എനിക്കറിയാവുന്ന, എനിക്ക് മനസ്സിലായിരിക്കുന്ന സീസറിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. ബ്രൂട്ടസ് പറയുന്നത് തെറ്റാണെന്നോ അതിനെതിരെയോ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കറിയാവുന്ന സീസർ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്. നിങ്ങളെല്ലാവരും സീസറിനെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. നോട്ട് വിത്തൗട്ട് കോസ്. ഒരു കാരണവും ഇല്ലാതെ. കാരണം എന്താണ്, അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്, പാവങ്ങളോടൊപ്പം കരയുന്ന ഒരാളാണ്, എന്തും റോമിന് വേണ്ടി കൊടുക്കുന്ന ഒരാളാണ്, ഇൻഡിവിജ്വലായിട്ടൊന്നും ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു. വാട്ട് കോസ് വിത്ത് ഹോൾഡ്സ് യു ദെൻ ടു മോൺ ഫോർ ഹിം. പിന്നെ എന്ത് കാരണത്താലാണ് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കരയാതിരിക്കുന്നത്? ഇന്ന് അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്, അങ്ങനെയുള്ള ഒരാളെ, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാൾ മരിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കരയാത്തത്? ഓ ജഡ്ജ്മെൻറ്റ് ദോ ആർ ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഓ ജഡ്ജ്മെൻറ്റ്, നീതി അല്ലെങ്കിൽ സ്വബോധം എന്നാണ് അർത്ഥം. സ്വബോധം ഇപ്പോൾ എവിടെയാണെന്നാണ് മാർക്ക് ആൻ്റണി പറയുന്നത്. ദോ ആർട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ വന്യമൃഗങ്ങളിലാണ് ഇപ്പോൾ നീതി. അപ്പോൾ അതിൽ ആ ബീസ്റ്റിനെയും അല്ലെങ്കിൽ ആ ബ്രൂട്ടിഷ് ബീസ്റ്റിനെയൊക്കെ കാണിക്കുന്നത് നമ്മുടെ ബ്രൂട്ടസിനെയാണ്. കാരണം എന്താണ്, വന്യമൃഗങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ നീതിയൊക്കെ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അവരുടെ കയ്യിലാണ്, ബ്രൂട്ടസിൻ്റെ കയ്യിലാണ്. പക്ഷേ അത് ശരിക്കും അർഹിക്കുന്ന കൈകളിലാണോ? അല്ല. അപ്പോൾ നീതിയും സ്വബോധവുമൊക്കെ ഇപ്പോൾ ഏതോ ഒരു ബ്രൂട്ടിഷ് ബീസ്റ്റിൻ്റെ കയ്യിലാണുള്ളത്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദിയർ റീസൺ. അതുപോലെ തന്നെ ഇവിടെയുള്ള റോമൻസ് അല്ലെങ്കിൽ മനുഷ്യനെല്ലാം മറന്നു പോയിരിക്കുന്നു. അവന് സ്വബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി. അതാണ് ആദ്യം തന്നെ മാർക്ക് ആൻ്റണി പറയുന്നത്, നല്ല കാര്യങ്ങളെല്ലാം മനുഷ്യനോടൊപ്പം മണ്ണിലലിഞ്ഞു ചേരുന്നു, അവൻ ചെയ്ത മോശം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓർമ്മയിലുള്ളൂ എന്ന്. ദെൻ അദ്ദേഹം പറയുന്നു, ബിയർ വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചല്ലോ, എന്നോട് ക്ഷമിക്കൂ. മൈ ഹാർട്ട് ഈസ് ഇൻ ദി കോഫിൻ ദെയർ വിത്ത് സീസർ. എൻ്റെ ഹൃദയം അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഇപ്പോൾ എവിടെയാണ്? ശവകുടീരത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന സീസറിനൊപ്പമാണ് എൻ്റെ ഹൃദയം. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. ഞാൻ ആ ഹൃദയം എന്നിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഞാനിതിവിടെ പറഞ്ഞു നിർത്തുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തുന്നത്. അതായത് മാർക്ക് ആൻ്റണി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, സീസറിനെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾക്ക് വേണ്ടി നിന്ന അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു ഇൻഡിവിജ്വലായിട്ട്, വ്യക്തിപരമായിട്ട് ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും മുൻനിർത്താതെ റോമിന് വേണ്ടി നടന്ന സീസറിനെ നിങ്ങൾ മറന്നുപോയോ? സീസറിനെ നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണിപ്പോൾ സ്വബോധമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സീസറിനെ മറന്നുപോയത്? അല്ലെങ്കിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നാണ് മാർക്ക് ആൻ്റണി ചോദിക്കുന്നത്. ഇതിനുശേഷം നടക്കുന്നത്, മാർക്ക് ആൻ്റണിയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സീസറിനെതിരെ തിരുന്ന റോമൻസ് എല്ലാം ബ്രൂട്ടസിനെതിരെയാകുകയാണ് ചെയ്യുന്നത്. ശരിയാണല്ലോ, സീസർ നല്ലവനായിരുന്നല്ലോ എന്ന് അവർ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പവർ ഓഫ് വേർഡ്സ് ആണ്, അതായത് വാക്കുകളുടെ ശക്തി. കാരണം ബ്രൂട്ടസ് പറഞ്ഞത് കേട്ട് സീസറിനെതിരെ നിന്ന ആൾക്കാരെല്ലാം എന്തു ചെയ്യുന്നു? മാർക്ക് ആൻ്റണിയുടെ വാക്കുകളിലൂടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ബ്രൂട്ടസിനെതിരെ അല്ലെങ്കിൽ സീസറിനെ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്ത ബ്രൂട്ടസിനെതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം പ്ലേയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർക്ക് ആൻ്റണിയും ഒക്ടീവിയസ് എന്ന് പറയുന്ന
നമ്മുടെ സീസറിൻ്റെ ഒരു നെഫ്യൂ ഉണ്ട്, അദ്ദേഹവും കൂടി ചേർന്ന് ആരാണോ സീസറിനെ കൊല ചെയ്യപ്പെട്ടത്, ബ്രൂട്ടസും കോൺസ്പിറേറ്റേഴ്സും അവർക്കെതിരെ നിന്ന് ഒരു ബാറ്റിൽ, ഒരു യുദ്ധം തന്നെ നടക്കുന്നു. അവസാനം ബ്രൂട്ടസും കൂട്ടത്തിലുള്ള ആൾക്കാരും എല്ലാം ഡിഫീറ്റ് ചെയ്യുന്നു, തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സ്പീച്ചിൻ്റെ ഒരർത്ഥം. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിന്ന് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് മാർക്ക് ആൻ്റണി പറയുന്ന ഒരു സ്പീച്ചാണ്. ഈ സ്പീച്ചിലൂടെയാണ് ജനങ്ങൾ സത്യം അറിയുന്നത്.